ആ ശ്രീജിത്ത് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ആ ശ്രീജിത്ത്, ഇപ്പോൾ സിദ്ദിഖ് രാജിവെച്ചു, ഇനിയിപ്പോൾ സമ്മർദ്ദം കൂടുകയാണ് രഞ്ജിത്തിന്റെ പുറത്തും. സിദ്ദിഖ് ഒരു ആരോപണം വന്ന നിമിഷത്തിൽ അപ്പോൾ തന്നെ രാജിവെക്കുന്നു. ആരോപണം വന്നതിന് ശേഷവും ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത്, അതൊരു സർക്കാർ സ്ഥാപനമാണ്, ഇതാണെങ്കിൽ താരസംഘടനകളുടെ സ്വകാര്യ സ്ഥാപനമാണ്. അങ്ങനൊരു സ്ഥാപനത്തിൽ നിന്ന് നമ്മുടെ സിദ്ദിഖ് രാജിവെക്കുമ്പോൾ രഞ്ജിത്തിന് രാജിവെക്കാതിരിക്കാൻ കഴിയില്ല. സമ്മർദ്ദം അതിൻ്റെ ഏറ്റവും ഉച്ചസ്ഥയിലെത്തിയിരിക്കുന്നു അല്ലേ ശ്രീജിത്ത്? തീർച്ചയായും അരുൺ സൂചിപ്പിച്ചതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് സിദ്ദിഖ് ഒരു താരസംഘടനയുടെ മറ്റ് അവരുടെ സ്വകാര്യമായി അഭിനേതാക്കളുടെ ഒരു സംഘടനയുടെ ജനറൽ സെക്രട്ടറി മാത്രമാണ്. ഈ ആരോപണം വരുമ്പോൾ പൊടും തന്നെ സിദ്ദിഖ് രാജിവെക്കുന്നു. ആ ഉത്തരവാദിത്തം അല്ലെങ്കിൽ ആ ധാർമ്മിക മൂല്യങ്ങൾ എന്തുകൊണ്ട് ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനത്തിരിക്കുന്ന രഞ്ജിത്ത് സ്വീകരിക്കുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ രഞ്ജിത്തിൻ്റെ രാജിക്കായുള്ള സമ്മർദ്ദം ഏറുകയാണ്. ഈ രാജി അനിവാര്യമായി കാര്യമായി മാറിയിരിക്കുന്നു. കാരണം സർക്കാരിൻ്റെ ഒരു ഔദ്യോഗിക സ്ഥാനം വഹിക്കുന്ന ആൾ ഇത്രയും ഗുരുതരമായ ഒരു ലൈംഗിക ആരോപണം ഉയർന്നിട്ടും ആ സ്ഥാനത്ത് കടിച്ചു തൂങ്ങുന്നു എന്ന പ്രതീതിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. സർക്കാർ ആവശ്യപ്പെട്ടാലും ഇല്ലെങ്കിലും രാജിവെക്കേണ്ട സമയം അതിക്രമിച്ചു. സിദ്ദിഖ് രാജിവെച്ചതോടെ രഞ്ജിത്തിന് മേലും സമ്മർദ്ദമേറുകയാണ്. അദ്ദേഹം തിരുവനന്തപുരത്ത് ഉണ്ട്. മുഖ്യമന്ത്രിയെ കണ്ട് തൻ്റെ നിരപരാധിത്വം ബോധ്യപ്പെടുത്തിയ ശേഷം രാജി സന്നദ്ധത അറിയിക്കുമെന്നാണ് പുറത്തു വരുന്ന വിവരം. എന്തായാലും ഈ രാജിയുടെ കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തതയുണ്ട്. എന്തായാലും സാംസ്കാരിക മന്ത്രിയുടെ ഓഫീസിനെയും മറ്റും ഇതുവരെയും അദ്ദേഹം രാജിവെക്കാനുള്ള സന്നദ്ധത അറിയിച്ചിട്ടില്ല എന്നാണ് അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. ഓക്കെ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. രഞ്ജിത്തിനും രാജിവെക്കാതിരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. സിദ്ദിഖിൻ്റെ രാജി വന്നിരിക്കുന്നു. താരസംഘടനയിൽ നിന്ന് AMMയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നുമാണ് സിദ്ദിഖ് ഇപ്പോൾ പടിയിറങ്ങുന്നത്. എങ്ങനെയാണ് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്തിന് രഞ്ജിത്തിന് തുടരാൻ കഴിയുക എന്ന ചോദ്യവും പ്രധാനപ്പെട്ടതാണ്. ഇതിൽ ശ്രീജിത്ത്, ഇന്നലെ തന്നെ ഇതിൽ രാഷ്ട്രീയമായ ചില മാനങ്ങളൊക്കെ കണ്ടുകൊണ്ടുള്ള ചർച്ചകൾ നടന്നിരുന്നു. കാര്യം ഈ സിദ്ദിഖിൻ്റെ കോൺഗ്രസ് ബന്ധമാണ് ഇടതുപക്ഷത്തുള്ള സൈബർ പോരാളികൾ ഇന്നലെ പ്രധാനപ്പെട്ട വിഷയമാക്കി മാറ്റിയത്. മറുഭാഗത്ത് കോൺഗ്രസ് ഈ പറയുന്ന രഞ്ജിത്തിന് രാജിക്ക് വേണ്ടിയുള്ള സമ്മർദ്ദവും ശക്തമാക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ അർത്ഥത്തിൽ പ്രതിപക്ഷത്തിന് ഇനി ധൈര്യമായിട്ട് രഞ്ജിത്തിൻ്റെ രാജി ആവശ്യപ്പെടാമല്ലേ? തീർച്ചയായും പ്രതിപക്ഷത്തിന് ആവശ്യപ്പെടാമെന്ന് മാത്രമല്ല, നേരത്തെ ചലച്ചിത്ര അക്കാദമിയുടെ IFFK അവാർഡ് ദാന ചടങ്ങിൽ താൻ SFIക്കാരനാണെന്ന് രഞ്ജിത്ത് പറയുന്ന ആ വീഡിയോ ഇപ്പോൾ കോൺഗ്രസ് സൈബർ സംഘങ്ങൾ വളരെ വ്യാപകമായി പ്രചരിപ്പിക്കുന്നുണ്ട്. ഈ നേരത്തെ സിദ്ദിഖിൻ്റെ കോൺഗ്രസ് പശ്ചാത്തലം ചൂണ്ടിക്കാണിച്ച ഇടത് സൈബർ ഹാൻഡിലുകൾ പ്രചരിപ്പിച്ചതിന് മറുപടി എന്നോണമാണ് SFIക്കാരനായിരുന്നു താൻ 76-77 കാലഘട്ടത്തിൽ അടിയന്തരാവസ്ഥ കാലത്ത് SFIക്കാരനായിരുന്നു എന്ന് ചലച്ചിത്ര അക്കാദമിയുടെ അവാർഡ് ദാന ചടങ്ങിൽ പറയുന്നതിൻ്റെ വീഡിയോ അന്ന് ആ കൂക്കുവിളിക്ക് മറുപടി രഞ്ജിത്ത് പറഞ്ഞതാണ്. അതിപ്പോൾ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. എന്നാൽ അതിനൊക്കെ അദ്ദേഹം SFIക്കാരനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കാരനോ ആണ് എന്നതല്ല പ്രശ്നം. ചലച്ചിത്ര അക്കാദമി പോലെ ഉന്നതമായ ഒരു സർക്കാർ പദവിയിൽ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഒരു ആരോപണം നേരിടുന്ന ആൾക്ക് അവിടെ തുടരാൻ കഴിയുമോ എന്നതാണ് പ്രശ്നം. അതും അദ്ദേഹം വഹിക്കുന്ന മേഖലയുമായി ബന്ധപ്പെട്ട ഒരു ആളാണ്, ഒരു നടിയാണ്, ചലച്ചിത്ര മേഖലയുമായി ബന്ധപ്പെട്ട നടിയാണ് ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ഈ ആരോപണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം രാജിവെക്കേണ്ടതാണ്, അദ്ദേഹത്തെ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തേണ്ടതാണെന്ന കാര്യത്തിൽ ഇടതുമുന്നണി മുന്നണിയിൽ പോലും ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. എന്നിട്ടും ഈ പദവിയിൽ രഞ്ജിത്തിന് ഇത്രയും മണിക്കൂറുകൾ എങ്ങനെ കടിച്ചു തൂങ്ങാൻ കഴിയുന്നു എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അപ്പോൾ മറ്റ് സ്വാധീനങ്ങൾ അദ്ദേഹത്തിന് സഹായകരമായി വരുന്നുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ചർച്ചാ വിഷയമാകുന്നത്. അതിൽ തന്നെ നേരത്തെ ഈ MV ഗോവിന്ദൻ്റെ മകനടക്കം ഈ രഞ്ജിത്തിൻ്റെ സഹസംവിധായകനായി പ്രവർത്തിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള ബന്ധങ്ങളും സ്വാധീനങ്ങളുമാണ് ഈ പദവിയിൽ തുടരാൻ രഞ്ജിത്തിന് സഹായകരമാകുന്ന തരത്തിലുള്ള ആരോപണങ്ങളും കോൺഗ്രസ് സൈബർ അനുകൂലികളും മറ്റും സൈബർ ഇടത്തിൽ പങ്കുവെക്കുന്നുണ്ട്. ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിലടക്കമുള്ള യൂത്ത് കോൺഗ്രസ് നേതാക്കളും അത് പരസ്യമായി ഉന്നയിച്ചിരുന്നു. ഇത്തരത്തിൽ ഉള്ള നിലപാടുകൾ കോൺഗ്രസും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് രഞ്ജിത്തിൻ്റെ രാജിക്കായുള്ള മുറവിളി ഏറ്റവും ശക്തമായി ഉയരുന്ന ഘട്ടമാണ്. സിദ്ദിഖിൻ്റെ രാജിയോടെ രഞ്ജിത്തിനും നിൽക്കക്കള്ളിയില്ലാതാകുന്ന സാഹചര്യമാണ് ഉരുത്തിരിയുന്നത്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോൾ ശ്രീജിത്തും പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അല്പസമയത്തിനുള്ളിൽ രഞ്ജിത്തിൻ്റെ രാജി നമുക്ക് പ്രതീക്ഷിക്കേണ്ടി വരും. ഊട്ടിയിലായ സിദ്ദിഖ് അയച്ച രാജിക്കത്ത് ഇപ്പോൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു. രാജിക്കത്ത് അയക്കാനിടയായ സാഹചര്യം പ്രേക്ഷകർക്ക് അറിയാവുന്നതുപോലെ 2019 യുവനടി വെളിപ്പെടുത്തിയതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ അവർ വീണ്ടും അത് മാധ്യമങ്ങളിൽ ഉന്നയിക്കുന്ന സാഹചര്യത്തിലാണ് AMMയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തിരിക്കുന്ന സിദ്ദിഖിന് രാജിവെക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞത്.